അജ്ഞാതമായ പെരുനഗരങ്ങളിൽ എവിടെയോ അപകടങ്ങൾ പോലെ മറ്റുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന എന്തോ ആയിരുന്നു മയക്കുമരുന്ന്. അമ്മയുടെ ഗർഭപാത്രം പറിച്ചെടുത്താലും, അച്ഛന്റെ കരൾ പിഴുതാലും, സുഹൃത്തിന്റെ ഹൃദയം പിഴിഞ്ഞായാലും, അരയിൽ തൂക്കിയിടുന്ന പണസഞ്ചി കനക്കണമെന്ന ആർത്തി മാത്രം ലക്ഷ്യമാക്കിയ കഴിവുമനുഷ്യന്റെ സ്നേഹസ്പർശം ഇപ്പോൾ പിൻകഴുത്തിലെ ശ്വാസദൂരം മാത്രം അകലെയാണ്. നമുക്ക് സുപരിചിതനാണ് ഹരി. അമ്മ അറിയാൻ എന്ന വിഖ്യാത ചിത്രത്തിലൂടെ ലോകമറിഞ്ഞ കലാകാരൻ. വായനയുടെയും വാദ്യത്തിന്റെയും ഉത്സവങ്ങൾക്കൊപ്പം ലഹരിയുടെ നിലയില്ലാ കയങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയ ഭൂതകാലം ഹരിക്കൊപ്പമുണ്ട്. പിന്നിട്ട വഴികളിലെ അബദ്ധപ്രയാണങ്ങളിൽ കളഞ്ഞുപോയ ജീവിതം ഹരി നമ്മോട് പങ്കുവയ്ക്കുന്നു. നമുക്കതൊരു പാഠമാണെങ്കിൽ ഹരി സംതൃപ്തനാണ്. എസ് കെ പൊറ്റക്കാടിന്റെ മകൻ ജയദേവൻ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച പറഞ്ഞാൽ അറിയാമല്ലേ, പുള്ളി മരിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പേര് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, മക്കളായി അങ്ങനെ വളരെ നീറ്റായിട്ട് ജീവിക്കുന്നുണ്ട്. അതല്ലാത്ത കുറെ സൂസൈഡ് ചെയ്ത് പോയി ഭ്രാന്തായിപ്പോയി. ജയദേവൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ളൊരു ഈ പാമ്പിനെ കൊണ്ട് ഒത്തിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പദ്ധതിയാണ്. അതൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഈ സ്മാക്ക് എന്നൊക്കെ പറയുന്നത്, ബ്രൗൺ എന്നൊക്കെ പറയുന്ന സാധനത്തിൽപ്പെട്ടിട്ട് അന്ന് ഒരു 10 ഹോസ്പിറ്റലിലൊക്കെ എന്നെ അഡ്മിറ്റ് ചെയ്തത്. ഒരു 10ാമത്തെ ആസ്പത്രിയും കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് ഇപ്പോൾ എനിക്ക് ഈ സാധനം നിർത്താൻ പറ്റുന്നത്. അപ്പോൾ ഏകദേശം ഒരു 14-17 വർഷം എടുത്തെന്നുള്ളതാണ് ഇത് നിർത്തി കിട്ടാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനിപ്പോൾ ഒരു എഡിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഓൾറെഡി അതിനൊക്കെ ഓവർകം ചെയ്തു. ഇപ്പം എനിക്ക് മുമ്പായിരുന്നു. എനിക്കിതില്ലാണ്ട് രാവിലെ എണീക്കാൻ പറ്റില്ല. ഞാൻ ഇവളുടെ വീട്ടിലൊക്കെ പോയിട്ട് കാശ് വാങ്ങി ആരുടെ വീട്ടിലും കയറും. അങ്ങനെ ഈ ഒബ്സഷനൊക്കെ പോകും. നാണമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആത്മാഭിമാനം എന്നൊക്കെ പറയുന്ന സാധനമില്ല, അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ അഡിക്റ്റ് എന്ന് പറയുന്ന അവസ്ഥ. കിട്ടിയേ പറ്റും. അതിനെന്തും ചെയ്യും, എന്തും ചെയ്താലും. ഭാര്യയുടെ വാച്ചും വെക്കും, ഇവിടുത്തെ കിണ്ടിയും മൊന്തയൊക്കെ അതും കൊണ്ടേ വെക്കും, കടലാസ് പെറുക്കി വെക്കും, എന്തും ചെയ്യാതെ. നമ്മുടെ നാട് ഇന്ന് മയക്കുമരുന്ന് മാഫിയയുടെ വിഹാരരംഗമായി മാറിയിരിക്കുന്നു. ശരീരത്തിനെയും മനസ്സിനെയും നേരിട്ട് കീഴ്പ്പെടുത്താൻ കൂർത്തു നഖങ്ങളുമായി ഇവ ആശുപത്രിക്കും വിദ്യാലയങ്ങൾക്കും ആരാധനാലയത്തിനടുത്തുപോലും പതിയിരിക്കുന്നു. നമ്മുടെ മക്കൾ നമ്മുടെ കൈപ്പിടിയിൽ നിന്നും ലഹരിയുടെ കയങ്ങളിലേക്ക് ഊർന്നു പോകുന്നത് നിലവിളിയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന നിസ്സഹായരായ ഒരു ജനതയായി നാം മാറുകയാണ്. പല സ്കൂളുകളുടെ അടുത്തുമുള്ള പെട്ടിക്കടകൾ കൂടി മിഠായി പോലെ വിതരണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. കുട്ടികളാവുമ്പോൾ കുട്ടികൾക്ക് മിഠായിയുടെ പോലെ ഇതൊന്ന് കഴിച്ചു നോക്കുമ്പോൾ ഇതിന്റെ സുഖം മനസ്സിലാവും. പിന്നെ കുട്ടികൾ അത് എന്ത് നിയമപരമായിട്ട് തെറ്റാണോ, ഇത് കഴിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അവർക്കറിയില്ല. ഇത് രുചിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സുഖം എന്താണെന്ന് ഈ കച്ചവടക്കാരൻ പറയും. അതനുഭവിക്കാനായിട്ട് കുട്ടി ആദ്യം പരീക്ഷിക്കുന്നു. അന്നേരം ഇതിൽ നിന്ന് കിട്ടുന്ന സുഖം വീണ്ടും വീണ്ടും അനുഭവിക്കാനായിട്ട് വീണ്ടും വീണ്ടും ഇത് ഉപയോഗിച്ച് ഇവൻ പൂർണ്ണമായിട്ട് അഡിക്റ്റായിത്തീരുന്നു. കുട്ടികളാകുമ്പം ഇതിനെ കുറിച്ചുള്ള ഭവിഷ്യത്തുകൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികളെ ടാർഗറ്റ് ചെയ്യാനുള്ള പ്രധാന കാര്യമായിട്ട് മനസ്സിലാക്കിയത്. ഇത് വളരെ ഗോപ്യമായിട്ട് സൂക്ഷിക്കാവുന്നതാണ് മയക്കുമരുന്നുകൾ. പിന്നെ ഇതിന്റെ കാരിയേഴ്സ് എന്ന് വെച്ചാൽ വളരെ ഈ ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചോ പോലും വലിയ ഒരു പ്രത്യാശയൊന്നും പ്രകടിപ്പിക്കാത്ത എന്തിനും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഇതിലൊക്കെ ഉപരിയായിട്ട് വലിയൊരു
ഗ്യാങ് ഉണ്ട് ഇതിൻ്റെ പിറകിൽ. പ്രൊഡക്ഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള ഒരു ഭയങ്കര ഗ്യാങ്ങാണ്. ഇവർ പലരെയും ഈ നിയമം പരിപാലിക്കേണ്ട പലരെയും ബ്രൈബ് ചെയ്ത് അവരെ സ്വാധീനിച്ച് പോലും ഇത് വ്യാപാരം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഊതിവീർപ്പിച്ച ഒന്നാം സ്ഥാനങ്ങളുടെ പട്ടികയ്ക്കൊപ്പം ആത്മഹത്യകളുടെ ബാഹുല്യത്തിലും കേരളം ഒന്നാം സ്ഥാനത്താണ്. പണവും പലിശയും അതിമോഹവും ലഹരിയും കൂടിക്കുഴഞ്ഞ ഒരു അസംബന്ധ നാടകം. ആസക്തികളുടെ മായിക വലയത്തിൽ കുരുങ്ങിയ സമൂഹത്തിന്റെ ചാഞ്ചല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയ തന്നെയാണ് ഈ നാടകത്തിന്റെയും സൂത്രധാരന്മാർ. സൈക്കാട്രിക് പ്രോബ്ലം വരുന്ന സമയത്ത്, ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ആത്മഹത്യ സംഭവിച്ചേക്കാം. പിന്നെ ഒരു ഈ കൂട്ടാത്മഹത്യകളുടെ ഒരു വൺ ഓഫ് ദ കോസസ് തന്നെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആൽക്കഹോളിക്സ് ആണല്ലോ. അപ്പം ആത്മഹത്യയിൽ ആൽക്കഹോളിക്സ് ഒരു നല്ല ബന്ധമുണ്ട്. പിന്നെ മറ്റൊന്നുമില്ല, നേരത്തെ എയ്ഡ്സിനെ കുറിച്ച് ചോദിച്ചു. എയ്ഡ്സും ആൽക്കഹോളും നമ്മൾ നല്ല ബന്ധമാണ്. പോലീസൊക്കെ എത്ര ശ്രമിച്ചാലും ലിമിറ്റേഷൻ ഉണ്ട്. അതിപ്പോൾ ഇവരൊക്കെ പിടിച്ചുകൊണ്ടിട്ട് അറസ്റ്റ് ചെയ്ത് അകത്തുകൊണ്ട് ഇടുക എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊരു ഒന്നാമത് വെച്ചാൽ ഇവിടുത്തെ പോലീസ് എന്ന് പറയുന്നത് നിയമം നടപ്പാക്കാൻ മാത്രമുള്ള പോലീസാണ്. അല്ലാതെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് പോലീസിന്റെ ഭാഗത്തില്ല. ഈ ഡ്രഗ്സും ക്രിമിനൽസും നമ്മൾ നല്ല ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസറിനെ പറഞ്ഞ ഏകദേശം 90% മോർ ദാൻ 90% ക്രിമിനൽസും ഡ്രഗ് അഡിക്ട്സാണ്. അപ്പോൾ അവരുടെ ഈ വേ ഓഫ് ലൈഫിൽ ഡ്രഗ് വന്നതോടുകൂടി അതിനുള്ള ക്യാഷ് കണ്ടെത്തുക, പിന്നെ ജീവിതം ആസ്വദിക്കുക. ഇപ്പോൾ ഡ്രഗ്സ്, അതുപോലെ സെക്സ്, പിന്നെ ഈ തെഫ്റ്റ്, ഇത് മൂന്നും കൂടെ അങ്ങനെ ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫായിരിക്കും. പോലീസുകാരെ എത്തിക്കാന്ന് പറഞ്ഞാല് ചിലവരുണ്ട്, എത്തിക്കുന്നവരുണ്ട്. ചിലവര് അവർക്ക് അതിനുള്ള കമ്മീഷൻ ഉണ്ട്, കമ്മീഷൻ കിട്ടും. എത്ര കൊല്ലം ജയിലിൽ കിടന്നു? ഞാനോ? ഞാൻ പറഞ്ഞില്ലേ 79 മുതൽ തൊട്ടിട്ട് എന്താ കഴിഞ്ഞ മുന്നത്തെ മാസം 2 ദിവസം പോയി കിടക്കേണ്ടി വന്നു. അതൊരു 4 കൊല്ലം കേസ് ശിക്ഷിച്ചിരുന്നു. വേറൊരു കളവ് കേസായിരുന്നത്. കളവേഴ്സിനൊക്കെ പോകാനുണ്ടോ? കളവേഴ്സിലൊക്കെ പെട്ടിരുന്നു ഞാൻ ആദ്യമൊക്കെ. ഇപ്പൊ അതിനൊന്നും പോക്കില്ല. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാനോ കുളിക്കാൻ വരെ നമുക്ക് ഒരു മനസ്സ് തോന്നുന്നില്ല. ഇത് ഉപയോഗിച്ചതിൻ്റെ കേസാണ്. നമ്മളൊക്കെ ഇഞ്ചക്ഷനിൽ കയറിയതിൻ്റെ കേസാണ് നമുക്കിതൊക്കെ വയ്യോട്ടായത്. ഇതങ്ങനത്തെ ഒരു ആകർഷണമുള്ള ഒരു സാധനമാണിത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി, പിറ്റേന്ന് ഇത് ഉപയോഗിക്കാൻ നമുക്ക് തോന്നും. ഞാനിത് തുടങ്ങിയത്, ഞാനിതിനെ ആദ്യം ഈ സാധനത്തിന് വിമർശിച്ച ആളാണ് ഞാൻ ഒരു ടൈമില്. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ ഇല്ലാത്ത ടൈമിലായിരുന്നു ഞാൻ ആദ്യം ഇത് 1-2 പ്രാവശ്യം ഉപയോഗിച്ചിരുന്നു, ഇവിടെ ഈ ബംഗ്ലാദേശിൽ വരുന്നതിന് മുന്നേ. പിന്നെ ഇത് ഇവിടെ വന്നതിൻ്റെ ദിവസം ഇവിടെ ആദ്യം നാടൻ ചാരായും കഞ്ചാവ് വിൽപ്പനയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇത് പല സ്ഥലത്തും വരുന്നുണ്ട്. കാര്യമായിട്ട് ബോംബെ നിന്നാണ് കാര്യമായിട്ട് കുറച്ച് 10 രൂപ കിട്ടണം എന്നുള്ള ഉദ്ദേശമുള്ളവർ ബോംബെ പോയിട്ട് നേരിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാവും. അറിയില്ല, അത് പിന്നെ അറിയില്ല. അറിയുന്നവർക്ക് അറിയും, അറിയാത്തവർക്ക് നട്ടം തിരിയെന്ന് പറഞ്ഞ പോലെയാണ്. അവിടേക്കാണ് കൂടുതൽ സാധനം വരുന്നത്. അവിടത്തൊക്കെ പഴയ ആചക്കന്മാരെ കാണാനല്ലേ സാധനം ഇറക്കി വിടുന്നൊക്കെ പറയും. ഒരാളൊന്നുമല്ല, കോട്ടക്കനൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് മരിക്കുകയൊരു ചെയ്തില്ലേ, ഒരുത്തൻ്റെ ഓർഡർ ചെയ്യുന്ന അതൊക്കെ ഇതിന്റെ ബിസിനസ്സുകാരാ. അതൊന്നും അറിയില്ല. പോലീസുകാരെന്ത് വിചാരിച്ചിട്ട് മാറ്റാനാ? എന്നിട്ട് അവിടെ എപ്പോഴും ബിസിനസ് നടക്കുന്നില്ലേ. ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ്, പോലീസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ഇങ്ങനത്തെ ഏജൻസീസ് ഇത് തടയാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മൾ തടയുന്നത് ഇതിന്റെ സെയിൽസ് പർച്ചേസ് നടത്തുന്ന സ്ഥലത്തും അതേപോലത്തെ യൂസേഴ്സിന്റെ അഗൈൻസ്റ്റ് ലീഗൽ ആക്ഷൻ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ തടയുന്നത്. ഈ ഡ്രഗ് പ്രോബ്ലം ടാക്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ ഇതിന്റെ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഇതിന്റെ അധിക റെസ്പോൺസിബിലിറ്റീസും രക്ഷകർത്താക്കൾക്കും സ്കൂൾ ടീച്ചേഴ്സും വേറെ ക്ലോസ് റിലേറ്റീവ്സിനും മുകളിൽ അധികമുള്ളത്.
ഈ രക്ഷകർത്താക്കൾക്കും ടീച്ചർമാർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ തന്നെ കുറെ NGOസിന്റെ അടുത്ത് സഹായം കിട്ടും. ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്. ഈ ബംഗ്ലാദേശിൽ നിന്ന് മയക്കുമരുന്ന് കച്ചവടം ഒഴിവായാൽ പിന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗക്കാർ കോഴിക്കോട് ഉണ്ടാവില്ല.